ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹലോ ഹോപ്പിൻ്റെ ഈ സന്ധ്യയിലെ ഗോസ്പൽ മ്യൂസിക്കൽ ഈവനിങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും ദൈവനാമത്തിൽ വന്ദനമറിയിക്കുകയാണ്. എല്ലാ ഹലോ ഹോപ്പിൻ്റെ അംഗങ്ങളെയും, ദേവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ആബാലവൃദ്ധം ഏവരെയും ഈ ഇന്നത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത് നമുക്ക് വളരെ അനുഗ്രഹമാണ്. ലോകം മുഴുവനും കൊറോണ വൈറസിൻ്റെ ഈ COVID-19 ഒരു വല്ലാത്തൊരു ബന്ധനത്തിൽ ആക്കിയിരിക്കുന്ന അവസ്ഥയാണെന്നുള്ളത് നമുക്കറിയാം. ഒരു വലിയ ബാധയായി നമ്മെ ലോകവ്യാപകമായി പണ്ഡിത പാമര, അതുപോലെ ദരിദ്ര കുബേര വ്യത്യാസങ്ങളില്ല, രാജാക്കന്മാരുടെ ഭവനങ്ങളിൽ, തന്ത്രജ്ഞന്മാരുടെ ഉള്ളറകളിൽ പോലും അവരെയും ബാധിച്ചിരിക്കുന്ന ഈ രോഗാവസ്ഥയിൽ ഏവരും എന്ത് ചെയ്യണമെന്നറിയാതെ ഇതി കർത്തവ്യത വിമൂഢരായി ഇരിക്കുന്ന ഈ കാലയളവ് നമുക്ക് ഏവർക്കും ആശങ്ക ഉണർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ ഒരു വേദി ദൈവം ഒരുക്കി ഈ ഹലോ ഹോപ്പിൻ്റെ സംഘാടകരെ ദൈവം അതിനായി നിയോഗിച്ചിരിക്കുന്ന ദൈവ പ്രവൃത്തിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിനെ ധ്യാനിക്കുവാൻ, സാക്ഷ്യം അറിയിക്കുവാൻ ഒക്കെ തരുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ഗോസ്പൽ മ്യൂസിക്കൽ ഈവനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സംഗീതത്തിന് ദൈവസന്നിധിയിലുള്ള പ്രാധാന്യം ചെറുതല്ല. പൗലോസും ശീലാസും അവർ ദൈവനാമത്തിൻ്റെ സാക്ഷ്യം വഹിച്ചത് നിമിത്തം, ക്രിസ്തുവിനെ കുറിച്ച് അവർ അറിയിച്ചത് നിമിത്തം, രക്ഷയെക്കുറിച്ചുള്ള അറിയിക്കുന്ന നിമിത്തം അവർ ബന്ധനത്തിലായതെന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ അതിൻ്റെ വൃത്താന്തങ്ങളുണ്ട്, നാം വായിച്ചിട്ടുള്ളതാണ്. അവര് കൈയും കാലും ആമത്തിലായിരുന്നു, അവര് അടികൊണ്ട് തളർന്നവരായിരുന്നു, ബന്ധനത്തിലായിരുന്ന അവസ്ഥയിലും അവർക്ക് ചുറ്റും ഒട്ടും സ്ഥലമില്ല, ഇടുക്കത്തിൽ വളരെ ബന്ധിതരായി കൈകാലുകൾക്ക് സ്വാധീനമില്ലാതിരുന്ന അവസ്ഥയിലും അവർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ കൊണ്ടിവിടെയായിത്തീർന്നു. തുടർന്ന് സംഭവിച്ചത് എന്താണ്? they were not doing a performance, they were really worshiping God. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും അവർ പാടുന്ന പാട്ടുകൾ ദൈവസ്ഥലിൽ ആരാധനയായി തീരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടുണ്ടായ പ്രവർത്തനം എന്താണ്? ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ വെളിപ്പെട്ടത് അവരായിരിക്കുന്ന അവർ ഇടുക്കിയിരിക്കുന്ന അവരുടെ മതിലുകളെയല്ല, അതിനേക്കാളുപരി അവരുടെ ചങ്ങലകളെയല്ല, അതിനേക്കാളെല്ലാം ഉപരി ആ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് വ്യാപരിച്ചതായിട്ടുള്ള ദൈവപ്രവൃത്തിയെ നാം വചനത്തിൽ വായിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നാം പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് സൂപ്പർഫിഷ്യലായിട്ട് ഉപരി തലത്തിൽ മാത്രം വ്യാപരിക്കുന്ന ഒരു പ്രവൃത്തിയല്ല. എന്നാൽ അതിൻ്റെ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നാം ആ ഭാഗത്ത് കാണുന്നത്. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ തകർന്നു എന്നുള്ളതാണ്. ആ കാരാഗൃഹം തകർന്നു വീഴുവാനിടയായി തീർന്നുള്ളത്. ബന്ധനങ്ങൾ ഇല്ലാതെയായി ആ കാരാഗൃഹ പ്രമാണി അവിടെ ഭയചകിതനായി നിൽക്കുന്ന അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ഒരു പോരാളിയായിരുന്നു ദാവീദ് എന്നുള്ളത് നമുക്കറിയാം. ജീവിതം മുഴുവൻ യുദ്ധമായിരുന്നു, രക്തരൂഷിതമായ വളരെ വളരെ യുദ്ധങ്ങൾ പടവെട്ടി ജയിച്ച ആ രാജാവായിരുന്നു ആ ഭക്തൻ. എന്നാൽ തൻ്റെ ശവകുടീരത്തിന് വെളിയിൽ നാം കാണുന്നത് ഒരു കുതിരപ്പുറത്ത് നിൽക്കുന്ന വാളും പരിചയമൊക്കെ നിൽക്കുന്ന ഒരു രാജാവിൻ്റെ പ്രതിമയല്ല. അവരോട് പണിതു വെച്ചിരിക്കുന്നത് രാജവേഷവിഭൂഷിതനായി നിൽക്കുന്ന, എന്നാൽ അപ്പോൾ തന്നെ കിരീടധാരിയായി നിൽക്കുമ്പോൾ തൻ്റെ കയ്യിലൊരു ഹാർപ്പ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദാവീദിനെയാണ് അവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ദൈവസന്നിധിയിൽ ആരാധനയുടെ മഹത്വം രുചിച്ചറിഞ്ഞ ഒരു ഭക്തനായിരുന്നു ദാവീദ്. ഇങ്ങനെ മിരിയാം തപ്പെടുത്ത് വിടുതൽ അനുഭവിച്ച ദൈവജനം മിരിയാമിന്റെ നേതൃത്വത്തിൽ സഹോദരിമാരെല്ലാം ആരാധിച്ചതിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത്, സഹോദരി സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പാസ്റ്റർ ജോവി മാനുവൽ, ഫിലിപ്പിനോ ചർച്ചിൽ മിനിസ്റ്റർ ചെയ്യുന്ന ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബ്രദർ ലിജോ ജോർജ്, സിസ്റ്റർ ലിറ്റി ഫിന്നി, ബ്രദർ ബെൻസൺ മാത്യു, ബ്രദർ രഞ്ജു കെ ചാക്കോ ഫ്രം UK. ഇങ്ങനെ ലോകത്തിലെ പല ഭാഗത്തായിരിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്നിരിക്കുന്ന ഈ അവസ്ഥയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. എന്നാൽ അതിനേക്കാളുപരി
ദൈവസന്നിധിയിൽ വചനത്തിലുള്ള പ്രാധാന്യം നമുക്ക് അറിയാവുന്നതാണ്. അവന്റെ വചനത്തിന്റെ വികാസനം പ്രകാശപ്രദമാകുന്നുവെന്ന് 119 സങ്കീർത്തനത്തിൽ നാം വായിക്കണം. അത് തുറക്കും തോറും അതിനെ പിന്നെ നമ്മൾ അതിലേക്ക് പ്രവേശിക്കും തോറും അത് പ്രകാശപ്രദമായി തീരുന്നു എന്നുള്ളത്. അൺഫോൾഡിങ് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് എൻലൈറ്റൻസ് us എന്ന് നാം വചനത്തിൽ വായിക്കുകയാണ്. ഇന്ന് അതിനായി വചനവുമായി നമ്മുടെ മധ്യ ദൈവം ഒരുക്കിയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PC വർഗീസ് അവരുകളെയാണ്. ഈ ദേശത്ത് ബഹ്റിനിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം എടുത്തു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ദൈവസ്ഥന് നമ്മളായിരിക്കുന്ന ഇന്നത്തെ ഈ ഗോസ്പൽ മ്യൂസിക്കൽ ഈവനിങ് നമുക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ. ഈ ഹലോ ഹോപ്പിന്റെ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരി സഹോദരന്മാരെ, ദൈവദാസനെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ഇരുണ്ട ഈ കർത്താവ് ജീവിത സാഹചര്യത്തിലും ഞങ്ങൾക്ക് ദൈവം ഒരുക്കി തന്നിരിക്കുന്ന വലിയ പ്രകാശത്തിന്റെ ഈ നല്ല കർത്താവ് ദൈവമേ, ഈ കർത്താവ് നാമ്പിനായി ഞങ്ങളെ വാഴ്ത്തുകയാണ്, നിന്നെ സ്തുതിക്കുകയാണ്. ഈ പ്രകാശരശ്മിയായി ഹലോഹോപ്പിന്റെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിനായി ഞങ്ങളെ വാഴ്ത്തുക. എന്റെ സംഘാടകരെ ദൈവം അനുഗ്രഹിക്കണം. എന്റെ പ്രവൃത്തിക്ക് വേണ്ടി പിന്നെയും നിൽക്കുവാൻ അവരെ ദൈവം സഹായിക്കണം. ഇന്ന് വേദിയിലേക്ക് കടന്നു വരുന്ന സഹോദരി സഹോദരന്മാരെ, വചനവുമായി നിൽക്കുന്ന ദൈവദാസനെ, കർത്താവ് ദാന ശുശ്രൂഷ വചന ധ്യാനത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി നിൽക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവദാസനെയും കർത്താവ് സഹോദരി സഹോദരന്മാരെല്ലാം ഇതിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏറ്റവും പ്രാർത്ഥിക്കുകയാണ്. വലിയ ദൈവപ്രവൃത്തിക്കൊണ്ട് ഞങ്ങൾ ഒരുക്കണം. ലോകവ്യാപകമായ വലിയ വിടുതല് കർത്താവെ കൽപ്പിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൂട്ടായ്മയിൽ ഇന്ന് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ആത്മീക വർദ്ധനം പ്രാപിപ്പാൻ, സമാധാനം ഉണ്ടാകുവാൻ, പ്രത്യാശയെ കൊടുക്കുവാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി ഞങ്ങളെ വാഴ്ത്തുകയാണ്. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. ഈ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങൾ ഓരോരുത്തരെയും നീ സന്ദർശിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പുത്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, അവിടുന്ന് കേട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. Hello, welcome. Praise the Lord. First of all, I would like to thank you for inviting me here, and I am so grateful for this great opportunity given by the Hello Hope Ministry that continues to reach out many believers in every part of the globe. And as I stand here before you, it's a big opportunity for me to proclaim the infinite love of the Lord Jesus Christ to our listeners. Praise God. I'm going to sing with you now is There Is None Like You. Nene Poli Aramullah. There is none like you. No one else can touch my heart like you do. I could search for all eternity, Lord, and find there is none like you. There is none like you. No one else can touch my heart like you do. I could search for all eternity, Lord, and find there is none like you. Your mercy flows like a river wide, and healing comes from your hand. Suffering children are held in your hand. There is none like you. There is none like you. No one else can touch my heart like you do. I could search for all eternity, Lord, and find there is none like you. Your mercy flows like a river wide, and
healing comes from your hand. Our suffering children are held in your hand. There is none like you. There is none like you. No one else can touch my heart like you do. I could search for all eternity long and find there is none like you. I could search for all eternity long and find there is none like you. There is none like you. Yes. Hallelujah. Thank you. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ. ശോഭയേറും സ്വർപ്പൂരിൻ തീരമതിൽ ചേർത്തിടുന്നു. ശോഭയേറും സ്വർപ്പൂരിൻ തീരമതിൽ ചേർത്തിടുന്നു. ശോഭിതപൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. ശോഭിതപൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ. വാനസേനാഗാനം പാടി വാണിടുന്നു സ്വർഗസിയോ. വാനസേനാഗാനം പാടി വാണിടുന്നു സ്വർഗസിയോ. ധ്യാനിച്ചിടും നേരമെൻ്റെ മാനസം മോദിച്ചിടുന്നു.
ധ്യാനിച്ചിടും നേരമെൻ്റെ മാനസം മോദിച്ചിടുന്നു. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വം. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഹലോ ഹോപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സംഗീത സായാഹ്നമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ യോഗത്തിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ അഹോരാത്രം അധ്വാനിക്കുന്ന കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്മാരായിരിക്കുന്ന പ്രിയ ചെറിയൻ മാത്യു, പ്രിയ രാജീവ് സ്റ്റുവാർട്ട്, അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധങ്ങളായ പ്രോഗ്രാമുകളിലൂടെ ബഹറിനിൽ നിറഞ്ഞ സാന്നിധ്യമായി നിൽക്കുവാൻ ദൈവം അവരെ സഹായിക്കുന്നതിനാൽ കർത്താവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. നാം ചില ഗാനങ്ങൾ കേട്ടു, ഇനി ചില ഗാനങ്ങൾ കേൾക്കുവാനുണ്ട്. ഓരോ ഗാനങ്ങളിലൂടെയും നാം ശ്രവിക്കുന്ന സന്ദേശങ്ങൾക്ക് വലിയ അർത്ഥമുണ്ടെന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയുവാൻ ഇടയാകുമാറാകട്ടെ. ഓരോ ഗാനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, അർത്ഥങ്ങളുണ്ട്. ഗാനങ്ങൾക്കൊപ്പം തന്നെ വചനത്തിന് അതിപ്രാധാന്യമുണ്ടെന്നുള്ളത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കൊറോണ വൈറസും അതിൻ്റെ ഭീകരതയും ഒരു വശത്തുകൂടെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കർത്താവിൽ ധന്യരാണ്, സുരക്ഷിതരാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവരാണ്. ആകയാൽ ദൈവിക പരിപാലനത്തെ ഓർത്ത് കർത്താവിനെ ഞാൻ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു തിരുവചന ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 ശമൂവേൽ ചാപ്റ്റർ 3 വേഴ്സ് 33. 2 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 33-34 വേഴ്സസ് 33 and 34 നമുക്കൊന്ന് വായിച്ചുകൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ച ഒരു സന്ദേശത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. 2 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 33-34 വാക്യങ്ങൾ. രാജാവ് അബ്നേറിനെ കുറിച്ച് വിലാപഗീതം ചൊല്ലിയതെന്തെന്നാൽ, അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിനെ ചങ്ങലയിട്ടിരുന്നില്ല. നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. സകല ജനവും അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വചനമാണോ പ്രസംഗിക്കേണ്ടത് എന്നുള്ളത് എൻ്റെ മനസ്സിനോട് പലപ്പോഴും ചോദിച്ചു. എങ്കിലും പല വിഷയങ്ങളുടെ മുൻപിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്? ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കണമെന്ന് സഭാപ്രസംഗി 7-ാം അധ്യായം 8-ാം വാക്യത്തിൽ ശലോമോൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇയ്യോബിനെ കുറിച്ച് തന്റെ സ്നേഹിതൻ പറഞ്ഞു, ഇയ്യോബേ, നിന്റെ അവസാനം ഏറ്റവും ഉത്തമമായിരിക്കും. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം അവസാന അധ്യായമായ 42-ലേക്ക് വരുമ്പോൾ ഇയ്യോബിന്റെ പൂർവ്വസ്ഥിതിയേക്കാൾ അവന്റെ ജീവിതം ഏറ്റവും ധന്യമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നു. ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച ഈ കഥാപാത്രം അബ്നേർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എൻലൈറ്റനിങ്, പ്രകാശിപ്പിക്കുക, ഫാദർ ഓഫ് ലൈറ്റ് എന്നൊക്കെ അർത്ഥമാണ്. മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ പ്രകാശം കൊടുക്കുക. അങ്ങനെയുള്ള
അർത്ഥത്തോടു കൂടിയ ഒരു മനുഷ്യനായിരുന്നു അബ്നേർ. എന്നാൽ അബ്നേറിന്റെ ജീവിതം ഒരു വലിയ ട്രാജിക് ഡെത്തിലാണ് അവസാനിച്ചത്. ഇത് മനസ്സിലാക്കിയ ദാവീദ് ഒരു വിലാപഗീതം ചൊല്ലി അബ്നേറിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് നാം വായിച്ചത്. അവിടെ ദാവീദ് ചോദിക്കുന്ന ചോദ്യം, അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്? ആ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. അബ്നേറെ, നീ അങ്ങനെയല്ലായിരുന്നു മരിക്കേണ്ടത്, എന്നാൽ എന്തുകൊണ്ട് നീ ഒരു നീചനെ പോലെ മരിച്ചു? അതിന് ചില കാരണങ്ങൾ കൂടെ ആ ചോദ്യത്തിനൊരു കാരണമായി ദാവീദ് തന്നെ പറയുന്നു. രണ്ട് കാര്യം അവിടെ പറയുന്നു. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, രണ്ട്, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല. എന്നിട്ടും നീതി കെട്ടവരുടെ മുൻപിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. ഞാൻ വളരെ ഭയത്തോടെയാണ് ഈ തിരുവചനം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മളെല്ലാം ഒരു നല്ല അവസാനത്തിന് വേണ്ടി ഓടുന്നവരാ. ഇന്നലെ ആയിരുന്നതും ഇന്നാകുന്നതും നാളെ ആകാൻ പോകുന്നതും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകണം. ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളതും ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭയത്തോടെ കഴിക്കുവാൻ, പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവാൻ നമുക്കുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. അബ്നേറിന് എന്താണ് സംഭവിച്ചത്? അബ്നേർ നമ്മുടെ മുൻപിൽ ഒരു വാണിംഗ് ആണോ എന്നുള്ളത് 5 കാര്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അബ്നേറിന്റെ ജീവിതത്തിന്റെ 5 കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വാണിംഗ് ആയിട്ട് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നന്നായിരുന്നു. അബ്നേറെ, എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ ഒരു അവസാനമുണ്ടായി? അതിന്റെ ഒന്നാമത്തെ കാരണം അതിന്റെ 34-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല. കൈ എന്ന് പറയുന്നത് ശക്തിയെ കാണിക്കുന്നു. ദ പവർ റിസോഴ്സസ്, അവന്റെ ശക്തിയുടെ റിസോഴ്സസ്, സാധ്യതകൾ അവൻ ഉപയോഗിച്ചില്ല എന്ന് ദാവീദ് ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ദൈവമക്കൾ എന്നുള്ള നിലയിൽ എന്തെല്ലാം സാധ്യതകളാണ് നമുക്കുള്ളത്. നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ശക്തി എത്ര വലുതാണ്. എന്നാൽ ആത്മീയരായിരിക്കുന്ന ദൈവമക്കൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ദൈവിക ശക്തി ഉപയോഗിക്കുവാൻ കഴിയാതെ പോയാൽ, നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന, നമ്മുടെ മുൻപിൽ സാധ്യമായിരിക്കുന്ന ശക്തിയെ ഉപയോഗിക്കുവാൻ കഴിയാതെ പോയാൽ നമ്മൾ ബലഹീനരായി പോകും, ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, തകർന്നു പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അബ്നേർ നമ്മുടെ മുൻപിൽ എടുത്തു വെക്കുകയാണ്. ദാവീദിന്റെ ആ ചോദ്യത്തിന് മുൻപിൽ ആ വാണിംഗ് ഇന്ന് നിലനിൽക്കുന്നതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പുതിയ നിയമ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് കർത്താവിന്റെ മണവാട്ടിയായി ഒരുക്കപ്പെടുന്ന ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ശക്തികൾ എന്തൊക്കെയാണ്? നമുക്കെല്ലാവർക്കും അറിയാം. പ്രാർത്ഥന ഒരു വലിയ ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വലിയ ശക്തിയാണ്. ദൈവവചനം നമുക്കൊരു വലിയ ശക്തിയാണ്. കൂട്ടായ്മ നമുക്കൊരു വലിയ ശക്തിയാണ്. ദൈവകൃപ നമുക്കൊരു വലിയ ശക്തിയാണ്. ഇതെല്ലാം വിശദീകരിക്കേണ്ടതാണെങ്കിലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ ശക്തികളെല്ലാം നമുക്ക് ലഭ്യമായിരിക്കുമ്പോൾ, സുലഭമായി അവൈലബിൾ ആയിരിക്കുമ്പോൾ, ദൈവം നമുക്ക് സൗജന്യമായി ഈ ശക്തിയെല്ലാം തന്നിട്ടും ഈ ശക്തി ഉപയോഗിക്കുവാൻ കഴിയാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോയേക്കാം. അതിന് ദൈവം ഉത്തരവാദിയല്ലെന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ ഓർപ്പിച്ചുണർത്തട്ടെ. കർത്താവ് തന്നിരിക്കുന്ന ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ചൊക്കെ പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് പറയേണ്ടതിന് ഇതൊരു നിക്ഷേപമാണ്. ഇത് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ഇത് അത്യന്ത ശക്തിയാണ്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. നമ്മുടെ മുൻപിൽ ലഭ്യമായിരിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. ആ ശക്തി മുഴുവനും ദൈവികമാണ്. ആ ദൈവികമായ ശക്തിയെ ഏറ്റെടുക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മെ നിലനിർത്തുന്ന ഒരു വലിയ ശക്തിയാണ് പ്രാർത്ഥന. അതുപോലെ ദൈവവചനം നമ്മളെ നിലനിർത്തുന്ന ഒന്നാണ്. മനസ്സ് ക്ഷീണിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ ദൈവവചനം എടുത്ത് വായിക്കൂ, അതൊരു വലിയ ശക്തിയാണ്. കൂട്ടായ്മ ഒരു വലിയ ശക്തിയാണ്. ഈ കൊറോണ വൈറസ് മുഖാന്തരം ഒരുമിച്ച് ഫിസിക്കലായി കൂടുവാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ
വരുന്നുവെങ്കിലും, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കേണ്ടതായി വരുന്നുവെങ്കിലും, ആത്മാവിൽ ഒന്നായി നിൽക്കുവാനുള്ള കൂട്ടായ്മയുടെ ബന്ധം, ആ ശക്തി കർത്താവ് നമുക്ക് തന്നിട്ടില്ലേ? പൗലോസിനോട് പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് മതി. ആ കൃപ എന്ന് പറയുന്ന വലിയ ശക്തി ദൈവം നമുക്ക് തന്നിട്ടില്ലേ? ഇന്ന് രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, അബ്നേറേ, നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ ശക്തി ബന്ധിക്കപ്പെട്ടിട്ടില്ല. ഈ രാത്രി ആ ശക്തി നമുക്ക് ഉപയോഗിക്കാം. വി നീഡ് ടു യൂസ് ദ പവർ. കർത്താവ് നമുക്ക് അതിന് കൃപ തരട്ടെ. രണ്ടാമത് അബ്നേറിന് എന്താ സംഭവിച്ചത്? അതേ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദി ഓപ്പർച്യൂണിറ്റീസ് വെർ നോട്ട് യൂസ്ഡ്. അവസരങ്ങൾ അബ്നേർ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് രണ്ടാമത് അവനെ കുറിച്ച് പറയുവാനുള്ളത്. കാരണം നമ്മൾ അതിന്റെ മുകളിലുള്ള വാക്യത്തിൽ വായിക്കുന്നുണ്ട്, 27 വാക്യത്തിൽ, 2 ശമൂവേൽ 3 അധ്യായത്തിന്റെ 27 വാക്യത്തിൽ നാം വായിക്കുന്നു, അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറവാൻ അവനെ പടിവാതിക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ വയറ്റത്ത് കുത്തി കൊന്നുകളഞ്ഞുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. അബ്നേർ മരിക്കുന്നത് ഹെബ്രോന്റെ പടിവാതിക്കൽ വെച്ചാണ്. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൂട്ടായ്മ എന്നാണ്, സാഹോദര്യം എന്നാണ്. ആ കൂട്ടായ്മ എന്ന് പറയുന്ന, സാഹോദര്യം എന്ന് പറയുന്ന ആ സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോകുവാൻ അവന് കഴിയുമായിരുന്നുവെങ്കിൽ, സങ്കേത നഗരത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്, ഓടിച്ചെല്ലുവാൻ അവന് കഴിയുമായിരുന്നുവെങ്കിൽ, രക്തപ്രതികാരകൻ അവനെ ഒന്നും തൊടാതെ അവന് സുരക്ഷിതമായിട്ട് അവിടെ പാർക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം മുന്നമേ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സങ്കേത നഗരത്തിൽ ഓടിയെത്തുവാൻ മനസ്സ് വെക്കാതെ ഹെബ്രോന്റെ പടിവാതിക്കൽ വെച്ച് അബ്നേർ തകർക്കപ്പെടുവാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് സങ്കേതവും ബലവുമായി അത്യുന്നതന്റെ മറവ് നമുക്ക് ഓഫർ ചെയ്തുകൊണ്ട് ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, സാഹചര്യം പ്രതികൂലമായി വരുമ്പോൾ ഓടിച്ചെന്ന് അഭയം തേടുവാൻ നല്ല സങ്കേതമായി നമ്മുടെ കർത്താവ് നമുക്കുള്ളപ്പോൾ അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ദൈവമക്കൾ മടി കാണിക്കരുത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാതെ വന്നാൽ ദൈവം ഉത്തരവാദിയല്ല. നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് നമ്മൾ തന്നെ ഉത്തരവാദികളാകുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത്, അതിന്റെ പല വാക്യങ്ങൾ ഓർപ്പിക്കുവാനുണ്ട്. 1 ശമൂവേൽ 31 അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിലും 2 ശമൂവേൽ 1 അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിലുമൊക്കെ പല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്നേറിനെ സംബന്ധിച്ചിടത്തോളം ഹി ഇഗ്നോർഡ് മെനി ഓഫ് ദ വാർണിംഗ്സ്. മുന്നറിയിപ്പുകളെ അവൻ ഇഗ്നോർ ചെയ്തു, അല്ലെങ്കിൽ ഹി ഡിഡ് നോട്ട് കൺസിഡർ the warnings, മുന്നറിയിപ്പുകളെ അവഗണിക്കുവാൻ ഇടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഈ മുന്നറിയിപ്പുകൾ, പല കാര്യങ്ങളും സംഭവിച്ചത് ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചത് നമ്മുടെ ബുദ്ധിപദേശത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ, ആ ബുദ്ധിപദേശം ഏറ്റെടുക്കുവാൻ കഴിയാതെ പോയാൽ ജീവിതം തകർന്നു പോകും. അങ്ങനെ തകർന്നു പോയാൽ ദൈവം ഉത്തരവാദിയല്ല. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ദൈവം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ ഏറ്റെടുക്കുവാൻ കർത്താവ് നമുക്കിടയാക്കുമാറാകട്ടെ. മുന്നറിയിപ്പുകളെ അവഗണിച്ചു പോയ അബ്നേർ ജീവിതത്തിൽ തകർന്നു പോയപ്പോൾ ദാവീദ് വിളിച്ചു ചോദിക്കുന്നു, അബ്നേരെ, നീ ഒരു നീചനെ പോലെയോ കൊല്ലപ്പെടേണ്ടത്? നീ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്? ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അബ്നേറിനെ കുറിച്ച് ദാവീദ് വിലാപഗീതം ചൊല്ലുമ്പോൾ അവൻ പറയുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. നമുക്കുള്ള മുന്നറിയിപ്പുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തന്നെ തരുമെന്നുള്ളത് എത്രയോ അനുഭവങ്ങളുണ്ട്. നമുക്കുള്ള മുന്നറിയിപ്പുകൾ ദൈവ വചനത്തിലൂടെ കർത്താവ് നമുക്ക് തരും. എന്നെ കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദൈവിക സന്ദേശം തന്നെ നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പല്ലേ, എനിക്കുള്ള മുന്നറിയിപ്പല്ലേ? ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ അപകടം സുനിശ്ചയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ, ദൈവദാസന്മാരിലൂടെ നമ്മെ കേൾപ്പിക്കുന്ന മുന്നറിയിപ്പുകൾ
നമ്മുടെ അനുഗ്രഹത്തിനായി ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഒരിക്കലും ഒരു വെള്ളച്ചാട്ടം കാണുവാൻ പോയപ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, ഈ വെള്ളച്ചാട്ടത്തിൽ, ഞാൻ ആ നമ്പർ ഓർക്കുന്നില്ല, എത്ര പേര് ഈ വെള്ളച്ചാട്ടത്തിൽ മരിച്ചു, അടുത്തത് നിങ്ങളാകരുത്. അതാണ് മുന്നറിയിപ്പ്. ഇന്നലെ വരെ അനേകർ ഇവിടെ മരിച്ചു, പക്ഷെ അടുത്തയാള് നിങ്ങളാകരുത്. മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ ജീവിതം അപകടമാണ്. വിലാപഗീതങ്ങൾ പലത് ദാവീദ് എഴുതി. ആ വിലാപഗീതങ്ങൾ അബ്നേറിനൊരു പാഠമായിരുന്നു. ശൗലും ശൗലിന്റെ പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയത് നേരിൽ കണ്ടവനായിരിക്കാം അബ്നേർ. ആ വർത്തമാനങ്ങളെല്ലാം അറിഞ്ഞവനാണ്. പക്ഷെ മുന്നറിയിപ്പുകൾ ഏറ്റെടുക്കാതെ വന്നതുകൊണ്ട് ജീവിതം തകർന്നുപോയി. നാലാമത് അബ്നേറിനെ കുറിച്ച് വായിക്കുവാൻ കഴിയുന്നത് ഒരു വാക്യം അതിനോട് ചേർന്ന് വായിക്കണം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്. ഞാൻ പറയാം. നാലാമത്തെ അബ്നേറിന്റെ പരാജയത്തിന്റെ കാരണമെന്ന് പറയുന്നത് റീപ്പിംഗ് വാട്ട് വാസ് സോൺ, വിതച്ചതാണ് കൊയ്യുവാൻ ഇടയായത്. നമുക്ക് ദൈവവചനത്തിൽ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസും അത് തന്നെ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം. വഞ്ചനപ്പെടാതിരിക്കുവീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. 2 ശമൂവേൽ 2-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാറെയും വിട്ടുമാറുവാൻ അവന് മനസ്സിലായില്ല. അബ്നേർ അവനെ കുന്തം കൊണ്ട് പുറകോട്ട് വയറ്റത്ത് കുത്തി. കുന്തം മറുവശത്ത് പുറപ്പെട്ടു. അവൻ അവിടെ തന്നെ വീണ് മരിച്ചുവെന്ന് അസാഹേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഇതൊക്കെ ആരാണെന്നും എന്താണെന്നും എന്നും വിശദീകരിക്കുവാൻ എന്റെ മുൻപാകെ സമയം ഞാൻ എടുക്കുന്നില്ല. അസാഹേലിനെ അബ്നേർ വിട്ടുമാറുവാൻ അവനോട് പറഞ്ഞു. പക്ഷെ വിട്ടുമാറാതെ അബ്നേറിനെ പിന്തുടർന്ന അസാഹേൽ കാട്ടുകലയെ പോലെ ശീഘ്രഗാമിയായിരുന്നു. അവനെ പുറകോട്ട് വയറ്റത്ത് കുത്തി അവനെ അബ്നേർ കൊല്ലുവാൻ ഇടയായി. അബ്നേർ എന്ത് ചെയ്തുവോ അത് തിരിച്ച് അബ്നേറിന് വന്നത് 3-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ അബ്നേറിന്റെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ അവനെ പടിവാതിക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രഹസ്യമായി അസാഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്ത് തന്നെ കുത്തിക്കൊന്നു കളഞ്ഞു. എവിടെ നീ വിതച്ചുവോ അവിടെ തന്നെ നീ കൊയ്യുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദൈവമക്കൾ എന്താ ചെയ്യേണ്ടത്? നല്ലത് വിതയ്ക്കാൻ പഠിക്കണം. നമ്മൾ എന്ത് വിതയ്ക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചു വേണം വിതയ്ക്കുവാൻ. നെല്ല് വിതച്ചാൽ ഗോതമ്പ് വിളയത്തില്ല, ഗോതമ്പ് വിതച്ചാൽ നെല്ല് വിളയത്തില്ല. വിതയ്ക്കുന്നതാണ് വിളയുന്നതെന്നും അതുപോലെ മർക്കോസ് 4:20 നമ്മൾ വായിക്കുന്നു, നല്ല നിലത്തു വീണ വിത്ത് അത് 30, 60, 100 മേനിയായി വിളഞ്ഞു. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ വിതയ്ക്കുന്നത് തന്നെയാണ് കൊയ്യുന്നത്. അത് കൊയ്യുമ്പോൾ വിതച്ചതുപോലെയല്ല 30, 60, 100 മേനിയായി കൊയ്യുമെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും എന്ത് വിതയ്ക്കുന്നു എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കട്ടെ. നമ്മൾ പറയുന്നത് തന്നെ തിരിച്ചു വരും, നമ്മൾ പ്രസംഗിച്ചത് തിരിച്ചു വരും, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമെന്നുള്ള ബോധത്തോടുകൂടെ വേണം നമ്മൾ ഇതൊക്കെ ചെയ്യുവാൻ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അത് നമുക്ക് നന്മയായിരിക്കണമെങ്കിൽ വിതയ്ക്കുന്നത് നന്മയായിരിക്കണം. നല്ലത് വിതച്ച ഇടത്ത് കള വിതയ്ക്കപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നല്ലത് വിതയ്ക്കുവാൻ ദൈവം നമുക്കിടയാകട്ടെ. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൃപയോടുകൂടിയതായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ കൃപയോടുകൂടിയത് നമുക്ക് തിരിച്ചു കിട്ടുവാൻ ഇടയായി തീരും. 5-ാമത്തെ കാര്യം, അബ്നേറിന് സംഭവിച്ചത് അൺഹെൽത്തി അസോസിയേഷൻ ആണ്. ഹല്ലേലൂയ. ആരോഗ്യകരമല്ലാത്ത അസോസിയേഷൻ, കൂട്ടുകെട്ടുകളും ഉപദേശങ്ങളും അബ്നേറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 ശമൂവേൽ 17-ാം അധ്യായത്തിന്റെ 55 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ശൗൽ രാജാവ് അബ്നേറിനോട് ചോദിക്കുന്നു, അബ്നേറെ, ഫെലിസ്ത്യ മല്ലനായിരിക്കുന്ന ഗൊല്യാത്തിനെ കൊന്നുകളഞ്ഞ ഈ ബാലകൻ ആരാണ്? ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അബ്നേറിനോടാണ്. അബ്നേർ അത് പറയുന്ന സമയത്ത് തന്നെ ശൗലിനെ ഓൾറെഡി ദൈവം രാജസ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. തള്ളപ്പെട്ടവനായ ശൗലുമായി വലിയ ബന്ധമുണ്ടായിരുന്നവനാണ് അബ്നേർ എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
ശൗലിന്റെ മരണശേഷം അഭിഷക്തനായിരിക്കുന്ന ദാവീദ് രാജസ്ഥാനത്ത് വരുമെന്ന് മനസ്സിലാക്കി അബ്നേർ വളരെ വേഗത്തിൽ ശൗലിന്റെ ഒരു മകനായിരിക്കുന്ന ഈശ്ബോശത്തിനെ കൊണ്ടുപോയി ഇസ്രയേലിനെ രാജാവാക്കിയ ഒരു കിങ് മേക്കറാണ് അബ്നേർ. ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ, അൺഹെൽത്തി അസോസിയേഷൻ യോവാബുമായി അബ്നേറിനുണ്ടായിരുന്ന ആ ബന്ധം ഒരു വലിയ തകർച്ചയിലേക്ക് അവനെ കൊണ്ടുചെന്ന് എത്തിക്കുവാനിടയായി. ആ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് ചിന്ത അവസാനിപ്പിക്കട്ടെ. 2 ശമൂവേൽ 2-ാം അധ്യായം 14-ാം വാക്യം, അബ്നേർ യോവാബിനോട് ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. ബാല്യക്കാരെ കളിക്കുന്നതിന് വേണ്ടി, പരസ്പരം യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി, പരസ്പരം അടിക്കുന്നതിന് വേണ്ടി തള്ളിവിട്ടവനാണ് അബ്നേർ. അതിന് യോവാബുമായി അവൻ കൂട്ടുകൂടി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അൺഹെൽത്തി അസോസിയേഷൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് ഈ രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിൽ ധന്യമായി തീരുവാൻ ഇടയാകും. ഒരു നല്ല അന്തം പ്രാപിക്കാനല്ലേ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായിരിക്കുന്ന കർത്താവ് എനിക്ക് നൽകി തരും, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന് പറഞ്ഞ് പൗലോസിനോട് ചേർന്ന് ജയാളിയായി ജീവിക്കുവാനല്ലേ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ തലകളെ നമുക്ക് ദൈവസന്നിധിയിൽ വണക്കാം. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുവെങ്കിൽ, അബ്നേറെ, നീ ഒരു നീചനെ പോലെയാണോ മരിക്കേണ്ടത്? അബ്നേറിന്റെ സ്ഥാനത്ത് എന്റെയും നിങ്ങളുടെയും പേരെഴുതി വെച്ചിട്ട് ഞാൻ അങ്ങനെയാണോ മരിക്കേണ്ടത്? ഒരിക്കലുമല്ല. എന്റെ കൈ ബന്ധിച്ചിട്ടില്ല, എന്റെ കാലുകൾ ആമത്തിൽ ഇട്ടിട്ടില്ല, ചങ്ങലക്കിട്ടിട്ടില്ല. അതുകൊണ്ട് നീതി കെട്ടവരുടെ മുൻപിൽ പട്ടുപോകുന്നവരെ പോലെ ഞാൻ പട്ടുപോകേണ്ടവനല്ല. ഞാൻ കർത്താവിനോടൊപ്പം വാഴേണ്ടവനാണ്. പൗലോസിനെ പോലെ ജയാളിയായി നിൽക്കേണ്ടവനാണ്. അതിന് നമ്മൾ പാലിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവിടെ ഓർത്ത കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഓർക്കുവാനിടയാകട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശക്തിയെ നമുക്ക് ഉപയോഗിക്കാം, അവസരങ്ങളെ നമുക്ക് ഉപയോഗിക്കാം, മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കാം. ഹല്ലേലൂയ. വിതയ്ക്കുന്നത് എന്തെന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച് വിതയ്ക്കുവാനിടയാകട്ടെ. ആരോഗ്യകരമല്ലാത്ത എല്ലാ കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നല്ലൊരന്തം പ്രാപിക്കുവാൻ ഇടയായി തീരും. ആരംഭത്തെക്കാൾ അവസാനം നന്നായിരിക്കട്ടെ. ദൈവമായ കർത്താവ് ഈ തിരുവചനത്താൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മളോട് മുന്നറിയിപ്പായി ഏറ്റെടുത്ത് ജീവിതം ധന്യമാക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു.
എന്നെന്നും വെളിപ്പെടുത്താം. വേഗം ഞാൻ വന്നിടാമെന്നോര ചെയ്തവൻ വന്നിടാൻ നേരമായി. വേഗം ഞാൻ വന്നിടാമെന്നോര ചെയ്തവൻ വന്നിടാൻ നേരമായി. വിശുദ്ധിയിൽ തികച്ചിടുക, കാന്തനെ എതിരേൽക്കുവാൻ. വിശുദ്ധിയിൽ തികച്ചിടുക, കാന്തനെ എതിരേൽക്കുവാൻ. യേശുവേ എൻ രക്ഷകാ, വാഞ്ചിക്കുന്നു നിനക്കായി. ആത്മാവിൽ ആരാധിപ്പാൻ ദിനം തോറും നിൻ കൃപതാ. ആത്മാവിൽ ആരാധിപ്പാൻ ദിനം തോറും നിൻ കൃപതാ. അകറ്റിയിടുക നാഥാ, അകറ്റിയിടുക എന്നെ മുറുകെ പറ്റും പാപത്തെ. അകറ്റിയിടുക നാഥാ, അകറ്റിയിടുക എന്നെ മുറുകെ പറ്റും പാപത്തെ. ആത്മാവിൻ നവബലത്തെ എന്നെന്നും വെളിപ്പെടുത്താം. ആത്മാവിൻ നവബലത്തെ എന്നെന്നും വെളിപ്പെടുത്താം. എന്തു നല്ലോർ സഖിയേശു, പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായ്ക നിമിത്തം. കഷ്ടം ശോധനകളുണ്ടോ, വിവിധ ദുഃഖങ്ങളും
ലേശവുമാധൈര്യം വേണ്ട, ചൊല്ലാം യേശുവോടെല്ലാം. ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ? ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാം. ഉണ്ടോ ഭാരം വൈഷമ്യങ്ങൾ, തുമ്പങ്ങളും അസംഖ്യം, രക്ഷകനല്ലോ സങ്കേതം, യേശുവോടറിയിക്കാം. മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ? പോയി ചൊല്ലേശുവോടെല്ലാം. ഉള്ളം കയ്യിൽ ഈശൻ കാക്കും, അങ്ങുണ്ടാശ്വാസമെല്ലാം. എന്തു നല്ലോർ സഖീയേശു, പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും.
ക്ലേശമേറുമ്പോൾ ഓർക്കുക നീ രക്ഷകനാമേശു നിന്റെ കൂടെയുണ്ടെന്ന സ്നേഹമുള്ള ദൈവമെന്നും കൂടെയുണ്ടെന്ന വഴിയരികിൽ പതികനായി കാത്തു നിൽക്കും നാഥൻ വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. മറന്നവന്റെ കാരുണ്യം തേടി ബധിരന്മാർക്കുന്നവനാൽ കേൾവിയുമായി അന്ധന്മാരന്നവന്റെ കാരുണ്യം തേടി ബധിരന്മാർക്കുന്നവനാൽ കേൾവിയുമായി ഓർക്കുക നീ പാപികളെ തേടി വന്ന നാഥനുണ്ടെന്ന ക്രൂശിതനായി മരിച്ചുയർത്ത യേശുണ്ടെന്ന് വഴിയരികിൽ പതികനായി കാത്തു നിൽക്കും നാഥൻ വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. അകല നിന്ന് കാണും നേരമോടിയെത്തും ചാരെ സ്നേഹമോടെ ചേർത്തു നിർത്തിയും വയ്ക്കും നാഥൻ. അകല നിന്ന് കാണും നേരമോടിയെത്തും ചാരെ സ്നേഹമോടെ ചേർത്തു നിർത്തിയും വയ്ക്കും നാഥൻ വഴിയരികിൽ പതികനായി കാത്തു നിൽക്കും നാഥൻ വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി വിവിധങ്ങളായ ശുശ്രൂഷകളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചല്ലോ. അതെല്ലാം ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ ദൈവിക സന്ദേശങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിക്കുവാനുള്ള ദൈവിക സന്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഗാനങ്ങൾ ദൈവം ഉപയോഗിച്ചു, വചന ശുശ്രൂഷ ഉപയോഗിച്ചു, വിവിധങ്ങളായ പ്രോഗ്രാമുകളിലൂടെ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടു. കർത്താവെ, പ്രാരംഭം മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാനിടയായി. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമുകളിലും, ഇൻട്രൊഡക്ഷൻ മുതൽ ക്ലോസിംഗ് വരെയുള്ള എല്ലാ പ്രോഗ്രാമുകളിലും അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതോർത്ത് കർത്താവിനെ ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. വചനം ഞങ്ങളോട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കർത്താവെ, ഞങ്ങളാരും പട്ടുപോകുവാനുള്ളവരല്ല. ഞങ്ങളെല്ലാവരും നിത്യതയിൽ കർത്താവിനോട് ഒരുമിച്ചായിരിക്കേണ്ടുന്നവരാണ്. എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യത്തിൽ പ്രവേശിക്കേണ്ടുന്നവരാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കർത്താവിനോടൊപ്പം ഞങ്ങളായിരിക്കേണ്ടുന്നവരാണ്. ആകയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ഡിസിപ്ലിൻഡ് ആയിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ലോക്ക്ഡൌൺ പീരീഡുകളിൽ ഈ ദൈവവചനവും ഈ ഗാന ശുശ്രൂഷകളും ഒക്കെ ആയിരങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ഹലോ ഹോപ്പിനെ ദൈവം ഉപയോഗിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. ദൂരത്തും ചാരത്തും കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിച്ച് നന്മകളാൽ നിറയ്ക്കണം. ഈ ശുശ്രൂഷകളെ പിന്നെയും മാനിക്കണം. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് തിരുവല്ലമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കാവലും പരിപാലനവും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഹലോ ഹോപ്പിന്റെ പ്രവർത്തനങ്ങളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.